ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AMV എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാര്യം റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട്. അപ്പം നമ്മൾ എക്സാം വന്നിട്ട് മതിയോ, എപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻ. പക്ഷെ ഓട്ടോമൊബൈലിലേക്ക് വരുമ്പോൾ 40% എന്ന് നമ്മളവിടെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് വാസ്റ്റാണ്, ഒരുപാട് വൈഡ് ഏരിയ ആണ്. ഒരു തവണയോ 2 തവണയോ 3 തവണയോ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് തലയിൽ ഇരിക്കണമെന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. എക്സാം നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മൾ എക്സാമിനെ കൺട്രോൾ ചെയ്യും. രഞ്ജിത്തൊക്കെ എക്സാമിനെ കൺട്രോൾ ചെയ്ത കാൻഡിഡേറ്റാണ്. ഒരു ഗുണമില്ല. നിങ്ങളിപ്പോൾ ഇന്നൊരു ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് പക്കയായിട്ട് സമയമെടുത്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇവിടെയാണ് തൃശ്ശൂരാണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പോവുകയും ചെയ്തു. അതിന്റെ ഒരു നല്ലൊരു വീഡിയോ, ആ വീഡിയോ വളരെ വലിയൊരു മോട്ടിവേഷൻ ആണ്. ആഗ്രഹമുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ വേണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അതിന്റെ അടുത്ത ദിവസം റിവൈസ് ചെയ്യും. ഈ പറയുന്ന ടോപ്പിക്കുകൾ വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യണോ, റിവൈസ് ചെയ്യുക. ആ കണ്ടന്റ് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചെന്ന് തോന്നുമ്പോൾ നമ്മുടെ ആപ്പിൽ കിടക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ ഓർഡറിൽ തന്നെയാണ് ഫോൾഡേഴ്സിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഈ 3 ഫോൾഡറുകൾ ക്ലാസ്സുകൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് പഠിക്കാനാണ് പറയാം. അതായത് ഒരു ഫാക്കൾട്ടിയെ കണ്ടു പഠിക്കുന്ന രീതിയിൽ, അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവര് ഫാക്കൾട്ടി പഠിപ്പിക്കുന്ന രീതിയും ചിലപ്പോൾ ഫാക്കൾട്ടിയുടെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് പ്രത്യേകിച്ച് കിട്ടുന്നത്. വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AMV എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിന് വേണ്ടി നമ്മൾ ചോദിച്ചപ്പം വന്നതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് AMV ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. സോ അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് സീരീസിൽ AMV എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ വെൽക്കം ഓൾ ടു ദ പോഡ്കാസ്റ്റ് സീരീസ്. നമ്മളോടൊപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് സാദിഖ് സാറാണ്. സാദിഖ് സാർ നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ ഫാക്കൾട്ടിയാണ്. കഴിഞ്ഞ വട്ടം ഞങ്ങളെല്ലാവരും തന്നെയായിരുന്നു നമ്മുടെ AMV കോഴ്സ് കണ്ടക്ട് ചെയ്തത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒട്ടനവധി ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സാദിഖ് സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് AMV പ്രിപ്പറേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്കുണ്ടാവുന്ന ആശങ്കകൾ, AMV എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എത്രമാത്രം നോക്കണം, എത്ര ഡെപ്തിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥി, നമ്മുടെ കമ്മ്യൂണിറ്റി ലാബിൽ വന്ന പോസ്റ്റോട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് AMV എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പം തുടങ്ങണം സ്റ്റാർട്ടിങ്. കാര്യം റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട്. അപ്പം നമ്മൾ എക്സാം വന്നിട്ട് മതിയോ, എപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതെങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെയാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻ. അപ്പോൾ സാറിൻ്റെ ഒരു വ്യൂവിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്ന്, അതായത് ഇപ്പോൾ ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു AMVയുടെ കോഴ്സ് എടുക്കാൻ വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിട്ട് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിട്ടാണ് അവർ വരുന്നത്. കാരണം അതൊരു ഡ്രീം ജോബായിട്ട് കാണുന്ന ഒരു പോസ്റ്റാണ് AMV. നമ്മൾ ഏതെങ്കിലും ഒരു AE പോസ്റ്റിൽ കയറുക, ഏതെങ്കിലും ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യുക, എവിടെയെങ്കിലും കയറുക, അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഒരു 90% AMV കോഴ്സ് ഉദ്ദേശിച്ച് വരുന്ന കാൻഡിഡേറ്റ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവരതിനെക്കുറിച്ച് മനസ്സിലാക്കി അവർ പോസ്റ്റിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. പ്രത്യേകത എന്ന് പറയുമ്പോൾ അതൊരു ഒരു ടെക്നിക്കൽ യൂണിഫോം പോസ്റ്റാണ് വരുമ്പോൾ. സാധാരണ ഇപ്പോൾ ഒരു SI പോസ്റ്റ് ആണെങ്കിലും അതല്ലാത്ത മറ്റ് പോലീസിലെ പോസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു നോൺ ടെക്നിക്കലാണ് വരുന്നത്. പക്ഷെ ഒരു ടെക്നിക്കൽ ഉദ്യോഗാർത്ഥിക്ക് ആ ഒരു രീതിയിൽ അവൻ്റെ പഠിച്ച സിലബസ് വെച്ചിട്ട് തന്നെ പഠിച്ച് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് AMV. അപ്പോൾ അതൊരു ഡ്രീം ജോബാണ്. നമുക്ക് ഒരുപാട് അതോറിറ്റീസും അതുപോലെ ഒരുപാട് സമൂഹത്തിൽ ഒരു വില എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ അല്ലേ, അതൊക്കെ കിട്ടുന്ന ഒരു പോസ്റ്റാണ് AMV എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അതിനുവേണ്ടി മാത്രം പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനുവേണ്ടി മാത്രം ഒരു പോഡ്കാസ്റ്റ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളൊരു AMV എക്സാമിന് വേണ്ടിയിട്ട് എപ്പോൾ പഠിക്കണം? ഇപ്പോൾ ഒരു 2023 നമുക്ക് AMVയുടെ എക്സാം നടന്നു. ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പിള്ളേർ എപ്പോൾ തൊട്ടാണ് പഠിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരു 2018 തൊട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. കാരണം കഴിഞ്ഞ തവണ കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ കുറേയൊക്കെ വൈകി. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. സിലബസിനെ കുറിച്ച് കൺഫ്യൂഷൻ ഇല്ല, ക്വാളിഫിക്കേഷനെ കുറിച്ച് കൺഫ്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഈ പറയുന്ന ലിസ്റ്റ് തീരുന്നതിന് മുന്നേ തന്നെ അടുത്ത വർഷം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2015 23 എക്സാം നടന്നത് ഒരു 4 to 5 മാസം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 5 മാസം കൊണ്ട് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം നമ്മൾ. അപ്പോൾ അങ്ങനെ ആ ഒരു 5 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണോ AMV എന്ന് നമ്മൾ ചിന്തിക്കാം. നമുക്ക് അവിടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ 40% മെക്കാനിക്കൽ വരും, 40% ഓട്ടോമൊബൈൽ വരും, പിന്നെ 20% MBA ആക്ട് ഒക്കെ പോലുള്ള ജോബ് റിലേറ്റഡ് ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിന് നമുക്ക് മെക്കാനിക്കൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് പറയാം, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഓട്ടോമൊബൈലിലേക്ക് വരുമ്പോൾ 40% എന്ന് നമ്മളവിടെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് വാസ്റ്റാണ്, ഒരുപാട് വൈഡ് ഏരിയ ആണ്. ഒരു തവണയോ 2 തവണയോ 3 തവണയോ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് തലയിൽ ഇരിക്കണമെന്നില്ല.
കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ മെക്കാനിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്കിനെ മറ്റേ കുറച്ച് കണ്ടതല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി എന്താണ് ഓട്ടോമൊബൈൽ ടോപ്പിക്കുകൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. കാരണം ഓട്ടോമൊബൈലിലാണ് കൂടുതൽ നെഗറ്റീവ് മാർക്കുകൾ അടിക്കാൻ സാധ്യത. കാരണം നമുക്കത് തിയററ്റിക്കലി പറയുന്ന കാര്യങ്ങളും പ്രാക്ടിക്കലി പറയുന്ന കാര്യങ്ങളും PSC ചോദിക്കുന്ന രീതിയും PSCയുടെ ഉത്തരസൂചിയും തമ്മിൽ വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ പ്രോപ്പർ ഗൈഡൻസിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു എക്സാം നമുക്ക് അവിടെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പിന്നീടാണല്ലോ, റാങ്ക് ലിസ്റ്റിൽ വരുന്ന ജോലി കിട്ടുന്നത് പിന്നീടാണ്. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളത് പഠിച്ചു പോകണം. അപ്പൊ അത് എങ്ങനെ എപ്പോൾ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ AMVA സീരിയസ് ആയിട്ട് ഈ ഒരു നിമിഷം നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷങ്ങൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മൈൻഡിൽ നിങ്ങളുടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ തവണ AMVA എഴുതിയവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ കോച്ചിങ് എടുത്ത് പഠിച്ചവരുണ്ട്. അതല്ലാതെ അവസാന നിമിഷം എക്സാമിന് ഒരു 3 മാസം മുന്നേ വന്ന് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ ആ ജോയിൻ ചെയ്തവർ തന്നെ ചിലപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിലായി പോയവരുണ്ട്. അവർ 3 മാസം കൊണ്ടൊക്കെ പഠിച്ചിട്ട് സപ്ലിമെന്ററി ലിസ്റ്റിലായി പോയ കുട്ടികളുണ്ട്. അവർ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സാറേ കഴിഞ്ഞ തവണ ഞാൻ കുറച്ചുകൂടി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. നമ്മുടെ അഡ്മിഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അതെ, എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോയവരും ഒക്കെയാണ് ഇപ്പൊ വീണ്ടും അഡ്മിഷൻ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഡ്രീം ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ സാർ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഏതെങ്കിലും ഒരു എക്സാം എഴുതുന്ന പോലെ അല്ല, ഈ എക്സാമിന് ഫോക്കസ് ചെയ്തൊരു കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞില്ല. അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ AMV കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പറഞ്ഞാൽ അവരുടെ ഒരു ഡ്രീം ആയതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഒരു ഡ്രീം ജോബാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വന്നൊരു എൻക്വയറി ഉണ്ട്. അപ്പൊ ആ എൻക്വയറി ഉള്ള ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞ ആളാണ്. അത് +2 കഴിഞ്ഞ ആൾ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം, ആ +2 കഴിഞ്ഞ ആൾ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ AMV ആണ് എന്റെ ഡ്രീം ജോബ്. ഞാൻ ഡിപ്ലോമക്ക് പോവുകയാണ്, മെക്കാനിക്കൽ ഡിപ്ലോമ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ഈ പറഞ്ഞ ആള് നിലവിൽ ഫസ്റ്റ് ഇയർ കഴിയാറായെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ചിലപ്പോൾ ഈ വരുന്ന AMV എക്സാം ആ കുട്ടിക്ക് എഴുതാൻ പറ്റണമെന്നില്ല, അല്ലെ? ഡിപ്ലോമ കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അത്രയും വീക്ഷണത്തോടു കൂടി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മളെ ഈ ഫോക്കസ് ചെയ്ത് വിടാനുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ചാനൽസും യൂട്യൂബ് ഒക്കെ എടുത്തത് തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസും കാര്യങ്ങളും കാണാം. അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. അപ്പൊ അത്രയും അവർക്ക് അത് വേണമെന്ന ആഗ്രഹത്തോടുകൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അതനുസരിച്ച് കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണത്തെ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു, അപ്പൊ ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതിയോ എന്നാണ്. അപ്പൊ നമ്മള് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. എന്താണ് സാറ് അതിനൊരു? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 2018 മുതൽ പഠിച്ചു തുടങ്ങിയ കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർ പഠിച്ചെന്ന് വെച്ചാൽ ഭയങ്കര ഡെപ്തിലേക്കാണ് പഠിച്ചത്. അതിപ്പോൾ ഓട്ടോമൊബൈലാണെങ്കിൽ കൃപാൽ സിംഗിന്റെ ബുക്ക് എടുക്കുന്നത് കംപ്ലീറ്റ് അരച്ച് കലക്കി പഠിക്കുന്നു, വേറെ ടെക്സ്റ്റ് എടുക്കുന്നു, അങ്ങനെ കംപ്ലീറ്റ് ഡെപ്തിലേക്കാണ് അവർ പഠിച്ചു പോയത്. അവരെ സംബന്ധിച്ചിട്ട് ഒരു നഷ്ടം തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ AMV എക്സാം എന്ന് ഞാൻ പറയും. കാരണം ജസ്റ്റ് ഒരു 6 മാസം കൊണ്ട് പഠിച്ച ആൾക്കാർക്ക് വരെ കയറി പോകാൻ പറ്റുന്ന അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അല്ലെങ്കിൽ പ്രീവിയസ്ലി കുറെ ക്വസ്റ്റ്യൻസ് നോക്കിപ്പോയവർക്കാണ് കുറെ പേർക്ക് അത് കയറി പോകാൻ പറ്റിയെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എക്സാം ഏത് ലെവലിലും വരാം. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ആയതുകൊണ്ട് ഇപ്പോൾ ഡിപ്ലോമ ലെവലാണ് എക്സാം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഓട്ടോമൊബൈലിന്റെ ക്വസ്റ്റ്യൻ ITA ലെവൽ വരാം, ഡിപ്ലോമ ലെവൽ വരാം, BTech ലെവൽ വരാം. ഈ ഓട്ടോമൊബൈലിന്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്ക് അവിടെ ഒരു ഇന്ന ലെവലിൽ തന്നെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ലെവലിൽ തന്നെ ചോദിക്കണം യാതൊരു നിർബന്ധമില്ല. താഴേക്കും പോവാം, മുകളിലേക്കും വരാം. അതൊരു പ്രത്യേകതയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോ ഒരു 10,000 പേര് എഴുതുന്നുണ്ടെങ്കിൽ 10,000 പേർക്കും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒറ്റ ചോദ്യങ്ങളാണ്. 100 ചോദ്യം എല്ലാവർക്കും സെയിം ആണ്. പിന്നെ ചിലർ അതിൽ പെർഫോം ചെയ്യുന്നു, ചിലർ പിന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രിപ്പറേഷനും എക്സാമിന്റെ 1.5 മണിക്കൂർ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നേരിടുന്ന രീതിയും കൊണ്ടാണ്. സത്യം. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ് രഞ്ജിത്ത്. ഫോർത്ത് റാങ്ക്. രഞ്ജിത്തിന്റെ ഒരു എക്സാം എഴുതുന്ന രീതി നമ്മൾ എല്ലായിടത്തും മിക്ക ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? രഞ്ജിത്തിന് നമ്മൾ വീക്ക്ലി എക്സാംസ് ഓഫ്ലൈനിൽ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവസാനം വരെ പേപ്പർ ഔട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു രഞ്ജിത്ത്. അതായത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എക്സാമിൽ അറ്റൻഡ് ചെയ്തത്. നമ്മളിപ്പം ഒരു PSC കോച്ചിങ് സെന്ററിൽ എക്സാം നടത്തുമ്പോഴത്തേക്ക് ഒന്നും പഠിക്കാതെ വന്ന് എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വരുന്ന ഉദ്യോഗം, വഴക്ക് പറയുന്നത് മേടിച്ചിട്ട് എന്തെങ്കിലും നോക്കി വരുന്ന ആൾക്കാരുണ്ട്, നാണക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രഞ്ജിത്ത് അങ്ങനെ ആയിരുന്നില്ല. ഓരോ എക്സാമിന്റെ ക്വസ്റ്റ്യനും എടുത്ത് കൃത്യമായിട്ട് തന്നെ അളന്ന് മുറിച്ച് പഠിച്ച് എക്സാം കഴിഞ്ഞ് നമ്മളവിടെ പിടിച്ചു നിർത്തും. റിയാസാനോട് ചോദിച്ചാൽ അറിയാം, എക്സാമിൽ പിടിച്ചു നിർത്തി ആ ക്വസ്റ്റ്യൻ അപ്പൊ പുള്ളി എക്സാം ഹാളിൽ ഇരിക്കുന്ന അതേ രീതി തന്നെയാണ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് രഞ്ജിത്തിന് ഭയങ്കര ഒരു അനുഗ്രഹമായി വന്നതെന്ന് പറഞ്ഞാൽ, ഈ എക്സാം എന്ന് പറയുന്നത് ചിലപ്പോൾ എളുപ്പമാവാം, ചിലപ്പോൾ ഭയങ്കര പാടാവാം. എളുപ്പമാകുമ്പോഴത്തേക്ക് രണ്ടായാലും പാനിക്കാവും. എക്സാം പാടായാലും പാനിക്കാവും, എക്സാം എളുപ്പമായാലും പാനിക്കാവും. എക്സാം എളുപ്പമാകുമ്പോൾ ചിന്തിക്കുന്നു ഇത് ഒരു 80 മാർക്ക് കൊണ്ടൊന്നും പണി നടക്കത്തില്ല, എന്നാൽ കുത്തിയേക്കാം എന്ന് പറഞ്ഞ് കറക്കി കുത്തുമ്പോൾ അവിടെയാണ് അപകടം. ഈ മോക്ക് ടെസ്റ്റുകൾ സീരിയസ് ആയിട്ട് എഴുതിയ ഒരാൾക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും അയാൾ അവിടെ പാനിക്കാവത്തില്ല. അയാൾക്ക് എക്സാമിന് മുകളിൽ കൺട്രോൾ ഉണ്ടാവും.
ഇപ്പൊ രണ്ടു തരം പറയാം. ഒന്ന് എക്സാം നമ്മളെ കൺട്രോൾ ചെയ്യും, നമ്മളെ എക്സാമിനെ കൺട്രോൾ ചെയ്യും. രഞ്ജിത്തൊക്കെ എക്സാമിനെ കൺട്രോൾ ചെയ്ത കാൻഡിഡേറ്റാണ്. കാര്യം ഈ എക്സാം എളുപ്പമായപ്പോൾ അവനെ കറക്റ്റ് മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ കൃത്യമായിട്ട് ആൻസർ എഴുതി. അതൊരു പരിശീലനം തന്നെയാണ്. എക്സാം എഴുതി തഴക്കം വന്നതിന്റെയാണ്. ചില ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര അബദ്ധം പറ്റുകയും ചെയ്തു. നമ്മുടെയൊക്കെ ഓഫ്ലൈനിലൊക്കെ ടോപ്പായിട്ട് നിന്ന പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഓൺലൈനിൽ ടോപ്പായിട്ട് നിന്ന പല ആൾക്കാർക്കും ഈ ഒരു സംഭവം അങ്ങോട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ ആയി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാണ്. നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ടോപ്പ് റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞൊരു മാർക്കിലോട്ട് കയറി പോകാൻ പറ്റാതെ നെഗറ്റീവ് മാർക്കിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു. അത് നമ്മൾ സാറ് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു ക്ലാസ്സിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ ആയാലും വളരെ സീരിയസ് ആയിട്ട് എഴുതിയാൽ മാത്രമേ എക്സാം ഹാൾ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കുട്ടികളെ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 70+ കട്ട് ഓഫ് ഒക്കെ വരും. ഇത്രയും ഭയങ്കര ഒരു എളുപ്പമുള്ള എക്സാം ആണല്ലോ. അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നത് 70+ കട്ട് ഓഫ് ഒക്കെ കയറി വരും എന്നാണ്. പക്ഷെ നമുക്കറിയാം ഒരു 59.67 അതായിരുന്നു AMBയുടെ കട്ട് ഓഫ്. ഒരു ഫാക്ടർ ലിസ്റ്റ് വലുതാണ്, ഒരു 900 സംതിങ് പേരുടെ ലിസ്റ്റാണ് അവർ ഇട്ടത്. എന്നാലും ഈ പറയുന്ന കട്ട് ഓഫ് താഴ്ന്നതിൽ ഈ നെഗറ്റീവ് മാർക്കിന് ഒരു പങ്കുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര ഭയങ്കര 90 മാർക്കോ 80 മാർക്കോ 90 മാർക്കൊന്നും ആർക്കൊന്നുമില്ല. ഒരു 80+ തന്നെ വളരെ അപൂർവം പേർക്കാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നെഗറ്റീവ് മാർക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാലേ സാർ, നമ്മൾ എങ്ങനെയാണ് AMB എക്സാമിനോട് പഠിക്കേണ്ടത്? അതായത് നോട്ടൊക്കെ എഴുതി വേണോ, അതിൽ ചുമ്മാ ക്ലാസ് മതിയോ? നമ്മുടെ കുട്ടികളോട് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ, നമ്മുടെ ഒരു കോഴ്സ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഓൺലൈൻ കോഴ്സ് വളരെ വിജയകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നമ്മുടെ കോഴ്സ് എടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ? അതായത് എനിക്കിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സൽ പ്ലാൻ എന്ന് പറയുന്ന സാധനമില്ല. അതായത് ഇപ്പൊ ഇതിനു വേണ്ടി മാത്രം കുത്തിയിരിക്കുന്ന കുട്ടികളുണ്ട്. ചിലർക്ക് അങ്ങനെ കുത്തിയിരിക്കാതെ ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരോട് ഞാൻ പറയുന്നത് നീ 6 മാസം ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കണമെന്ന് പറഞ്ഞാൽ അവന് പോസിബിൾ അല്ല, അവനെ കൊണ്ട് നടക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സമയം അനുസരിച്ചിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്ര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒരു റുട്ടീനായിട്ട് ഈ പഠനം മാറും. സമയം കണ്ടെത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഉറക്കം കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ സമയം കണ്ടെത്താൻ നമുക്ക് പറ്റും, അതിൽ സംശയമൊന്നുമില്ല. ഈ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ സമയം യൂട്ടിലൈസ് ചെയ്യുന്നു, എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇപ്പൊ ചിലർ പഠിക്കുന്നത് ഇപ്പോൾ സിലബസ് എടുക്കുന്നു, ഫസ്റ്റ് മൊഡ്യൂൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഒന്നാമത്തെ ക്ലാസ് തൊട്ട് ഇങ്ങനെ കണ്ട് ഒരാഴ്ച 2 ആഴ്ച ഫ്ലൂയിഡ് മെക്കാനിക്സ് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയാണ് തുടർച്ചയായിട്ട്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിർത്തും പരിപാടി. അല്ലെങ്കിൽ വേറൊരു സബ്ജക്ട്, അവൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് അവന് ഒന്നും അറിയാത്തൊരു പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ നിർത്തിപ്പോകും. കാരണം അവന് ബോറടിക്കാൻ അല്ലേ. ഇപ്പൊ നമ്മൾ ഫറ്റീഗ് നമ്മൾ പറയുന്നൊരു ടൈമാണ് അല്ലെ. സ്ഥിരമായിട്ട് ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു മടുപ്പിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഫറ്റീഗ് എന്ന് പറയാം. അത് നമുക്കൊരു ഏതൊരു എക്സാമിന് എത്ര നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും പറയുന്നത്, നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പം പഠിക്കാനായിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണോ, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആ ഒരു ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ റുട്ടീനായിട്ട് മാറും. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാത്ത സബ്ജക്റ്റുകൾ മിക്സ് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2-3 സബ്ജക്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിയാം. ഇപ്പോൾ മെക്കാനിക്കൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓക്കെയാണ് വിചാരിക്കുക. നിങ്ങൾ മെക്കാനിക്കൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു ചേർന്നിട്ട് ഓട്ടോമൊബൈലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ മടുപ്പ് പോകും, ഓട്ടോമൊബൈൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകളിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പുതിയ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. അത് നോർമലി നമുക്ക് രാവിലെ ആയിരിക്കും. നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ റിങ് ചെയ്യാത്ത, മെസ്സേജുകൾ എന്താണ് അധികം വരാത്ത ഒരു സമയമുണ്ടല്ലോ രാവിലെ, ഒരു ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് അറിയാത്ത സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് നമ്മൾ എടുക്കണം. പിന്നെ AMBയെ കുറിച്ച് ഇപ്പം ഇരിക്കുന്ന ഒരു ഡിസംബർ 2025 ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തിരക്ക് പിടിച്ച് പഠിക്കരുത്. അതുകൊണ്ട് ഒരു ഗുണമില്ല. നിങ്ങളിപ്പോൾ ഇന്നൊരു ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് പക്കയായിട്ട് സമയമെടുത്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും അത് റിവൈസ് ചെയ്യണം. ആ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും 1 മണിക്കൂറുള്ള വീഡിയോ 1 മണിക്കൂർ എടുത്ത് കാണാനുള്ള ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, കഴിഞ്ഞ പോഡ്കാസ്റ്റ് സീരീസിലൊക്കെ നമ്മൾ നോട്ടിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ആ നോട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിരിക്കണം. ആ നോട്ട്, നിങ്ങളുടെ നോട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ടൈം നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, ഓർമ്മ വരുന്നില്ല, ആ ഒരു പോർഷൻ മാത്രം നിങ്ങൾ വീഡിയോ കാണാം. അല്ലാതെ വരുമ്പോഴാണ് നോട്ട് എഴുതുന്നത് എനിക്ക് സമയനഷ്ടമാണ്, വീഡിയോ കാണുന്നത് എനിക്ക് സമയനഷ്ടമാണ്. അല്ല, അത് ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു അതെ. ഏറ്റവും അവസാനം എക്സാമിന് ഒരു 2-3 മാസം ഉള്ളപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നും അല്ല ഇരുന്ന് കാണേണ്ടത്, നിങ്ങളുടെ നോട്ടാണ് നിങ്ങൾ വായിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ, നമുക്കൊരു മൈൻഡ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ, എന്നെ കൊണ്ട് ഇത്രയും വലിയ നോട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയല്ലോ, ഞാൻ എൻ്റെ സ്വന്തം നോട്ട് വായിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു റിവിഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സ്ലോ പേസിൽ തുടങ്ങാനാണ് നമ്മൾ പറയാം. ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും പഠിക്കണ്ട, പക്ഷെ എന്നും പഠിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പൊ നമുക്ക് ഇന്നൊരു ആവേശത്തിൽ നിന്ന് അഡ്മിഷൻ എടുക്കുകയാണ്,
ഇന്ന് മുഴുവൻ ഞാൻ ഇരുന്ന് പഠിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ സാറ് പറഞ്ഞ ദിവസം 2 മണിക്കൂർ പഠിക്കാനല്ലേ, ഞാൻ 6 മണിക്കൂർ പഠിച്ചല്ലോ, അടുത്ത 2 ദിവസം ഞാൻ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അവൻ ഫ്രീ ആയിട്ട് നടക്കുന്നു, അതിന്റെ അടുത്ത ദിവസം അവൻ വീണ്ടും പഠിക്കുന്നു. ഇങ്ങനെയല്ല വേണ്ടത്. അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് ഇതിൽ വരേണ്ടത്. അതല്ലാതെ ഒരു ദിവസം കുറെ പഠിക്കുന്നു, പിന്നെ ഒരാഴ്ചത്തേക്ക് പഠിക്കുന്നില്ല, പിന്നെ ഒരു തോന്നലിൽ വീണ്ടും പഠിക്കുന്നു, അങ്ങനെയല്ല. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. ആ നിർബന്ധമാണ്. നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. സാർ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് നോട്ടൊക്കെ എഴുതി കൃത്യമായിട്ട് തന്നെ അതിന്റെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മളിപ്പോ ക്ലാസ് എടുക്കുവാണെങ്കിൽ എഫ്എമ്മിന്റെ ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സാം ഉണ്ടാവും, എംഒഎസിന്റെ സ്ട്രെസ് സ്ട്രെയിനിങ് കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ അത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. എക്സാം എഴുതി കഴിയുമ്പോഴാണ് എന്താണ് നമ്മുടെ പോരായ്മ, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാവും. നോട്ടിന്റെ വേറൊരു പ്രത്യേകത, അവസാന നിമിഷം നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. നോട്ട് വായിച്ചാൽ തന്നെ നമ്മുടെ ആപ്പിൽ തന്നെ വലിയ നോട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അതാണ് ഒരു കാര്യം. പിന്നെ അതിനകത്ത് നമുക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ഹോൾഡേഴ്സ്, അവരെ പറ്റിയാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് പഠിച്ചത്, അവര് എത്രമാത്രമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അവരുടെ ഓരോ പ്ലാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കുട്ടികൾക്ക് ഒരു ആധികാരിക കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി അല്ലേ. ഈ പറഞ്ഞ ഷാരോണിന്റെ ആണെങ്കിൽ രഞ്ജിത്തിന്റെ ആണെങ്കിൽ അഭിരാമിന്റെ ആയാലൊക്കെ നമ്മൾ ഇന്റർവ്യൂസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആൾ പറയുന്നതിനേക്കാൾ ഒരു വിശ്വാസ്യത അവർ പറയുമ്പോൾ കിട്ടും. പക്ഷെ നിങ്ങളൊക്കെ നോക്കിയോ, ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോ, അതിൽ കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് അവരുടെ ജീവിത സാഹചര്യമാണ്. നിങ്ങളൊരു കംഫർട്ട് സോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. സത്യമാണ്. നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. എനിക്ക് ഈ ജോലി കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. നിങ്ങൾ ഷാരോന്റെ വീഡിയോ എടുത്ത് നോക്കിക്കോ, ഷാരോന്റെ ഒരു സാഹചര്യം നിങ്ങൾ നോക്കിക്കോ. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്കിതില്ലാതെ മറ്റൊരു ഓപ്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേറൊരു മാർഗമില്ലാത്ത രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റു പല ബുദ്ധിമുട്ടുകളായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഫാദറൊക്കെ മരിച്ചുവാണ് ഷാരോന്റെ അല്ലെ. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സമയത്ത് അത്രയും നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യമായിട്ട് വരുമ്പോഴാണ് നമ്മൾ പഠിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ എത്ര നോളജ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാലും, എത്ര വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും, ഒരാഗ്രഹം വരാത്തിടത്തോളം നമുക്ക് പറ്റൂല. അതിപ്പോ ഇതിനിടയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസമുള്ള റിയാസ് സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. റിയാസ് സാറ് ഒരു വഴിക്ക് പോയ സമയത്ത് റോഡിൽ ഷാരോണിനെ കണ്ടു. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ്. നമ്മളെ പഠിപ്പിച്ച വിദ്യാർത്ഥി റോഡില് അതും നമ്മളെ ഒരു ക്രൗഡായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഷാരോൺ ഓടിയോ നമ്മുടെ അടുത്ത് തന്നെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ പരിചയപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രൗഡ്, നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പ്രൗഡ് മൂവ്മെന്റ് ഇതൊക്കെയാണ്. ഏതൊരു ഫാക്കൽറ്റി സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ വേറെ ആരെയും കണ്ടിട്ടുണ്ട് റോഡിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഷാരോൺ നമ്മളെ കണ്ട സമയത്ത് ഓടി വന്ന് ഷാരോൺ നമ്മുടെ അടുത്ത് ഭയങ്കര അത് നമ്മുടെ ഒരു വലിയ അഭിമാനമാണ്. നമ്മുടെ ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുവാന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമായിരുന്നു, നമ്മള് അവരുടെ ഫസ്റ്റ് പരേഡ് എല്ലാ AMVക്കാരെ സംബന്ധിച്ചാണ് പരേഡ് ഒരു അഭിമാന നിമിഷമാണല്ലോ. നിങ്ങൾ എവിടെയാണ്, തൃശ്ശൂരാണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും ചെല്ലുന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ പോവുകയും ചെയ്തു. അതിന്റെ ഒരു നല്ലൊരു വീഡിയോ, ആ വീഡിയോ വളരെ വലിയൊരു മോട്ടിവേഷൻ ആണ്. ഇങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ. ആ നമ്മൾ അവിടെ പോയി സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ നമുക്ക് അടുത്തൊരു AMV പിടിച്ചാലോ എന്നൊരു ചിന്ത നമുക്ക് പോയി. അത്രയ്ക്കൊരു പ്രൗഡ് മൂവ്മെന്റ്. അത് കാണുമ്പോഴേ അവരുടെ പരേഡും കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് തന്നെ വളരെ വലിയൊരു അച്ചീവ്മെന്റ്. അങ്ങനെയൊക്കെ ഒരു കാര്യം. ഫസ്റ്റ് അഡ്വൈസ് കയറി പോയവർക്ക് അങ്ങനെ വളരെ മികച്ച ഒരു പരേഡും കാര്യങ്ങളും കിട്ടിയ നല്ലൊരു അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് AMV എക്സാം എപ്പോഴത്തേക്ക് വരും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ 2027 സെപ്റ്റംബറിലാണ് ഇതിന്റെ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു PSCയുടെ ട്രെൻഡ് വെച്ചിട്ട് ആ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ അടുത്ത ദിവസം അല്ലെങ്കിൽ വലിയ താമസമില്ലാതെ ലിസ്റ്റ് ഇടുക എന്നുള്ളതാണ് PSC ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നയം, ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 മിഡോട് കൂടിയോ അല്ലെങ്കിൽ അവസാനത്തോടു കൂടിയോ, ഓക്കെ, അതൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വരികയും 2027 തുടക്കത്തിലെങ്കിലും എക്സാം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 2027 തുടക്കത്തിൽ എക്സാം നടന്നാലാണ് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ഇടുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞത് ആ ഒരു വർഷം അവസാനത്തേക്കെങ്കിലും 2027 അവസാനത്തേക്കെങ്കിലും നമുക്ക് ആ ലിസ്റ്റ് ഇടാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2026 സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അടുത്ത വർഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു, അതിന്റെ അടുത്ത വർഷം നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഈ വർഷം ഡിസംബറിലൊക്കെ. അതെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഏത് എൻക്വയറി എന്നാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ പഠനം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സാർ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും നമ്മളൊരു ബേസിക് മുതൽ പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ മുതൽ പ്രൊസീജിയർ അവസാനം വരുന്നത് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും AMV എക്സാമിന്റെ ഒരു ക്വാളിഫിക്കേഷൻ മുതൽ പറയുകയാണെങ്കിൽ? അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech, അത് തന്നെ മെക്കാനിക്കലോ ഓട്ടോമൊബൈലോ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ലൈസൻസ് നമുക്ക് വേണം, നിർബന്ധമായിട്ടും വേണം.
ഇത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മുന്നേ വേണം. അതായത് നമ്മൾ അപ്ലൈ ആ നോട്ടിഫിക്കേഷൻ പീരീഡ് അവസാനിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതിന് മുന്നേ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഹെവി ലൈസൻസ് വേണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എക്സാമിന്റെ ഡേറ്റ് വരുന്നു, എക്സാം എഴുതുന്നു. അതിനുശേഷം PSC ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും മെസ്സേജ് അയക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ആ സമയത്ത് നമ്മൾ അവകാശപ്പെട്ട ഹെവി ലൈസൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൂടാതെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഒരു അസിസ്റ്റന്റ് സർജൻ, ഒരു ഗവൺമെന്റ് ഓഫ്താൽമോളജിസ്റ്റ് കുറയാത്ത ഒരാളായിരിക്കണം അത് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കണക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെ 6/6 ലെഫ്റ്റ് റൈറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. വിത്തൗട്ട് സ്പെക്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ട് ചെയ്യേണ്ടി വരും. അത് പക്ഷേ ഈ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ണെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്നുള്ളൂ, റെഡി ആക്കാവുന്നേ ഉള്ളൂ. വിത്തൗട്ട് സ്പെക്സ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത മെസ്സേജ് വരും, ഇന്ന ദിവസം നിങ്ങൾക്കൊരു ഡയറക്റ്റ് വെരിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് പറയുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ ഈ പറയുന്ന നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഓൺലൈനായിട്ട് ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും നമ്മൾ ഇവിടെ കൊണ്ടു ചെല്ലണം. അങ്ങനെ ചെന്നതിന് ശേഷം അവർ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് പിന്നെ നമുക്ക് ഒരു ഫിസിക്കൽ മെഷർമെന്റിന്റെ ഡേറ്റ് ഒക്കെ പറയാം. അപ്പോൾ ആ ഫിസിക്കൽ മെഷർമെന്റിന്റെ സമയത്ത് ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ജനറൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു OBC കാൻഡിഡേറ്റ് ഒക്കെ ആണെന്ന് നോർമലി വരുന്നത് 165 സെന്റിമീറ്റർ മിനിമം ഉയരം വേണം ബോയ്സിന്. അത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം 152 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഇതിൽ ഇളവുള്ളത് SC/ST കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ അത് തന്നെ ബോയ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 160 സെന്റിമീറ്റർ അവർക്ക് മതിയാവും. അത് തന്നെ ഗേൾസ് എടുത്തു കഴിഞ്ഞാൽ 152 വേണ്ട, 150 സെന്റിമീറ്റർ ആണ് SC/ST കാൻഡിഡേറ്റ്സ് മിനിമം വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഒരു ഫിസിക്കൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് കൂടാതെ പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിന് അത് മാത്രമേ ഉള്ളൂ, ഹൈറ്റ് മാത്രമേ നോക്കുള്ളൂ. മെയിൽ കാൻഡിഡേറ്റിലേക്ക് വരുമ്പോൾ ചെസ്റ്റിന്റെ അളവും ചെസ്റ്റിന്റെ എക്സ്പാൻഷനും നോക്കും. അപ്പൊ അതിന്റെ ഒരു കണക്ക് പറയുന്നത് 81 സെന്റിമീറ്റർ ആണ് മിനിമം ചെസ്റ്റിന്റെ അളവ് വേണ്ടത്. അത് തന്നെ പ്ലസ് ഒരു 5 സെന്റിമീറ്റർ എക്സ്പാൻഷന്റെ സമയത്ത് നമുക്ക് കിട്ടണം. അപ്പൊ അത് നമുക്ക് കിട്ടും. നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന കണ്ണും ഹൈറ്റുമാണ്. ബാക്കി നമുക്കിപ്പോ ഒരു ഫിസിക്കൽ മെഷർമെന്റിന് മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജിമ്മിൽ പോയിട്ടോ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ചെസ്റ്റിന്റെ അളവും ചെസ്റ്റിന്റെ എക്സ്പാൻഷനും ഹൈറ്റ് ഒന്ന് ശ്രദ്ധിക്കണം, മെഡിക്കൽ ഒന്ന് ശ്രദ്ധിക്കണം, കണ്ണിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഇത് രണ്ടാണ് ചെയ്യേണ്ടത്. അതിനുശേഷം വീണ്ടും PSC ഇപ്പൊ കഴിഞ്ഞ ഒരു 1000 പേർ ലിസ്റ്റാണ് ആദ്യം ഷോർട്ട് ലിസ്റ്റ് വന്നത്. ഈ ഫിസിക്കൽ മെഷർമെന്റ് കഴിഞ്ഞതോടുകൂടി ഏതാണ്ട് ഒരു 950 കുറച്ച് ഒരു 10-50-60ഓളം പേര് അതിൽ നിന്ന് റിജക്ട് ആയി പോയി. അതെ, അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ മെഷർമെന്റ് വരാത്തവരുണ്ടാവും, ചിലപ്പോൾ റിജക്ട് ആയി പോയവരുണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ വരുന്നൊരു ലിസ്റ്റ്. ആ ലിസ്റ്റ് വന്നതിന് ശേഷം ആ ലിസ്റ്റിലുള്ളവർക്കാണ് ഇന്റർവ്യൂ വരിക. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരും, ഇന്ന ദിവസം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. നമ്മൾ എഴുതി കിട്ടിയ 100 മാർക്കിൽ കൂടാതെ പ്ലസ് ഒരു 20 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് ഉണ്ടാവും. ആ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് ഫൈനലി റാങ്ക് ലിസ്റ്റ് വരിക. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇപ്പൊ PSC അഡ്വൈസ് പോയി തുടങ്ങുമ്പോൾ അഡ്വൈസ് കിട്ടുന്നവർക്ക് ഫസ്റ്റ് ബാച്ചിൽ ട്രെയിനിങ് ഉണ്ടാവും. ഒരു പ്രത്യേകത ബാച്ച് ആയിട്ടായിരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ബാച്ച് എനിക്കാണ് പാസിംഗ് ഔട്ട് ആയത്. AMBA കൂടാതെ പ്ലസ് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് MBD അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഒരു 5-6 പേരുണ്ടായിരുന്നു. മൊത്തം ഒരു 64 പേരാണ് അന്ന് പാസ് ഔട്ട് ആയത്, പാസിംഗ് ഔട്ടിൽ വന്നത് ഫസ്റ്റ് ബാച്ചിൽ. അപ്പൊ ഒരു ബാച്ച് ആയിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുക. അത് ഏകദേശം ഒരു 10 മാസത്തോളം ഉണ്ടാവും ഏകദേശം. അപ്പൊ ആ ഒരു 10 മാസത്തിൽ നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ട്രെയിനിങ്, ഒരു പോലീസ് ട്രെയിനിങ് നമുക്ക് ഉണ്ടാവും, പ്ലസ് നമുക്ക് ടെക്നിക്കൽ ഓട്ടോമൊബൈലായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഇത് ട്രെയിനിങ് നമുക്ക് അതിൽ കിട്ടും. ഇത്രയാണ് ഇതിന്റെ ഒരു എക്സാം മുതൽ ഏറ്റവും അവസാനം വരെയുള്ള പ്രോസസ് ആണ്. പിന്നെ നമ്മുടെ എൻഫോഴ്സ്മെന്റൽ ഓഫീസിലൊക്കെ ആയിട്ട് നമ്മളെ ഇവര് പോസ്റ്റ് ചെയ്യണം. ജോയിൻ ചെയ്തവരിൽ ആദ്യം ജോയിൻ ചെയ്യേണ്ടത് വീടിന് ഏറ്റവും അടുത്തുള്ള RT ഓഫീസിലായിരുന്നു ഇവർക്കെല്ലാം ജോയിനിങ് ആദ്യം. മിക്കവാറും അങ്ങനെ ജോയിൻ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ അവര് ട്രിവാൻഡ്രത്ത് ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. അതെ അതെ, ജോയിൻ ശരിക്കും അങ്ങനെയാണ്. അഡ്വൈസ് കിട്ടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് പോയി. അതായത് നമ്മള് ഗവൺമെന്റിന്റെ ഒരു പാർട്ടായി നമ്മൾ മാറി. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഓരോ ജോബ് എന്നുള്ള രീതിയിൽ നമ്മളെ റോട്ടിലേക്കോ എൻഫോഴ്സ്മെന്റിലേക്കോ ഒക്കെ നമ്മളെ നിയോഗിക്കുന്നത്. അതിലൊരു വലിയ കാര്യം തന്നെയാണ്. സ്വന്തം നാട്ടിലെ RT ഓഫീസിലാണ് അവരൊരു ജോയിൻ ചെയ്തത് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, കുറച്ചുപേർ ചോദിച്ചതാണ് സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യാൻ വേണ്ടി കാര്യം ഓരോ സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പം കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ ഇത് എങ്ങനെ നമുക്കൊന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, ഇതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്റെ കോമ്പറ്റീറ്റർ ഞാനാണെന്ന് തന്നെ തിരിച്ചറിയാം. ഓക്കെ, അതായത് എനിക്ക് കുറെ സമയം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ കുറെ സമയം ചെലവഴിക്കുകയല്ല, ആ ചെലവഴിക്കുന്ന സമയം എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ക്ലാസ് കാണുകയാണ്. ഇപ്പൊ മെക്കാനിക്കലിന്റെ ഒരു ക്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് മെക്കാനിക്കലിന്റെ ഒരു ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അതിന്റെ കൂടെ നോട്ട് എഴുതണം, ഡീറ്റെയിൽഡ് നോട്ട് എഴുതണം.
ആ ക്ലാസ്സിൽ എന്തൊക്കെ പറയുന്നുണ്ടോ, ചിലപ്പോൾ ചില ക്ലാസ്സിൽ സന്ദർഭോചിതമായിട്ട് പറയും, ആ ക്ലാസ്സിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയും. അതൊക്കെ ആ ഒരു സമയത്ത് ഒരു ടീച്ചർ ആ ക്ലാസ്സിൽ പറയുന്ന കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ വേണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അതിന്റെ അടുത്ത ദിവസം റിവൈസ് ചെയ്യും. ഈ പറയുന്ന ടോപ്പിക്കുകൾ വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുള്ളൂ. ആ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊന്നൊരു ഷോർട്ട് ആക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ 4 പേജുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ടാണ് എഴുതിയെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ അത് മാക്സിമം 1 പേജൊക്കെ വരുള്ളൂ. അതിൽ നിങ്ങൾ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ, ഇക്വേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പിന്നെ ഇതാണ് നിങ്ങളുടെ റിവിഷൻ നടത്തേണ്ട നോട്ട്. ഇതാണ്. പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ ഈ ചെറിയ നോട്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു നോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ നോട്ട് നോക്കുക. ആ ഡീറ്റെയിൽ നോട്ടിൽ മനസ്സിലായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ പോർഷൻ വരില്ല. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. അപ്പൊ കണ്ടന്റ് നന്നായിട്ട് പഠിക്കുക, നോട്ട് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. ആ കണ്ടന്റ് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചെന്ന് തോന്നുമ്പോൾ നമ്മുടെ ആപ്പിൽ കിടക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുക. ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ച രീതി ശരിയാണോ, ട്രാക്ക് ശരിയാണോ, റിവിഷൻ പ്രോപ്പർ ആണോ. നിങ്ങൾക്ക് ആ എക്സാമോട് കൂടി നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ രഞ്ജിത്തിന് ഇന്റർവ്യൂ ഉണ്ട്. രഞ്ജിത്ത് നോട്ട് ഉണ്ടാക്കിയ രീതിയൊക്കെ അടിപൊളിയാണ്. വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് നോട്ട്. ആ നോട്ടിന്റെ ഒരു രീതി നമുക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നിയ ഒരു കാര്യമാണ്. വീഡിയോക്കകത്ത് വിശദമായിട്ട് നമ്മൾ അതിന് വീണ്ടും ഡിസ്കസ് ചെയ്യണ്ട. വീഡിയോക്കകത്ത് കൃത്യമായിട്ട് തന്നെ ഉണ്ട്. പറ്റുന്ന നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ AMVയുടെ രഞ്ജിത്തിന്റെ വീഡിയോ റാങ്ക് നമ്പർ 4 നമ്മൾ ഉണ്ടാക്കുന്ന നോട്ട് നമുക്ക് തന്നെ വായിക്കാൻ തോന്നണം. എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ നോട്ടാക്കി മാറ്റിയിട്ടൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അത് നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കോഴ്സിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനെപ്പറ്റി അതിന്റെ ഡീറ്റെയിൽസ് കൂടെ. അതായത് നിങ്ങളിപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് എന്താണ് ഡെമോ ക്ലാസ്സുകളൊക്കെ നോക്കാൻ പറ്റും. നിങ്ങൾ കയറി കഴിയുമ്പോൾ 3 ഫോൾഡേഴ്സാണ് AMVയുടെ കോഴ്സിൽ കാണാം. അതായത് മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ജോബ് റിലേറ്റഡ്. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ സിലബസിൽ വരുന്ന സബ്ജക്റ്റുകളുടെ അതേ പേരിൽ അതിൽ സബ് ഫോൾഡേഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമൊബൈൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നിങ്ങളൊരു കോഴ്സ് പുതിയതായിട്ട് വന്ന് കോഴ്സ് എടുക്കുന്ന ഒരാൾ ഏത് ഓർഡറിലാണോ പഠിക്കേണ്ടത് ആ ഓർഡറിലാണ് നമ്മൾ ഓട്ടോമൊബൈൽ ഫോൾഡറിൽ ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് അങ്ങനെ സാറേ ഞാൻ ഏത് ആദ്യം പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇത് പഠിച്ചിട്ട് അത് പഠിക്കണം, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരാറേ ഇല്ല. അതിന്റെ കാരണം നമ്മൾ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ ഓർഡറിൽ തന്നെയാണ് ഫോൾഡേഴ്സിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഈ 3 ഫോൾഡറുകളുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് പഠിക്കാനാണ് പറയാം. നിങ്ങൾ മെക്കാനിക്കൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കാതെ മെക്കാനിക്കലും ഓട്ടോമൊബൈലും പഠിക്കുക. ഓക്കെ, നിങ്ങൾ അതൊന്ന് പഠിച്ച് സെറ്റായി വരുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ ജോബ് റിലേറ്റഡ് ഓരോ ക്ലാസ് വെച്ചെങ്കിലും ഒരു ദിവസം പഠിച്ചാൽ മതി. ഈ ജോബ് റിലേറ്റഡ് അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. കാരണം അത് നിയമങ്ങളായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കാറുള്ളൂ. മനസ്സിലായില്ലേ? ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ മനസ്സിലാവുന്ന രീതി പറഞ്ഞു കാരണം നമുക്ക് ആക്ടുകൾ നമ്മുടെ ഒരു ബുക്ക് ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഭാഷാ രീതികളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഒരു മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കിട്ടിയാൽ പോലും നമുക്കത് വായിക്കല്, ഭരണഭാഷയൊക്കെ വായിച്ചെടുക്കല് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തത് പോയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമുകൾ കൃത്യമായിട്ട് എഴുതും. പിന്നെ അതിനുശേഷം നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ലൈവ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് അതിന് ശേഷം നമ്മളൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഇത്ര ടോപ്പിക്ക് പഠിക്കാൻ പറയും. ആ ടോപ്പിക്കിനകത്ത് എക്സാം നമ്മൾ ലൈവ് MCQ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യും. അതുപോലെ ആ ടോപ്പിക്കിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതുപോലെ എക്സാം കണ്ടക്ട് ചെയ്യും. പിന്നെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫാക്കൾട്ടീസ് നമുക്ക് അവിടെ ഡയറക്റ്റ് കോൺടാക്ട് ആണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം, മെസ്സേജ് അയക്കാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. ഇതാണ് നമ്മുടെ ഒരു നമ്മൾ പറയുന്നതേ. അതായത് നിങ്ങളിപ്പോൾ നേരത്തെ അഡ്മിഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ പഠിച്ചു തുടങ്ങും. നിർബന്ധമായിട്ടും പഠിക്കണം. ഡൗട്ടുകൾ എന്നാൽ ഡയറക്റ്റ് നമ്മളോട് ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോകാം. ഒരാളുടെ ഒരു ഡൗട്ട് പോലും നമ്മൾ ഇതുവരെ ഇന്റർവ്യൂവിൽ ക്ലിയർ ചെയ്യാതെ പോയിട്ടില്ല. എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഈ പറയുന്ന ടോപ്പിക്കുകൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ റിവിഷൻ ഉൾപ്പെടെ കവർ ചെയ്തിരിക്കണം. എപ്പോ? എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും. അത് നേരത്തെ കോഴ്സ് തുടങ്ങുന്ന ഉദ്ദേശം തന്നെ കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ. അതല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ തുടങ്ങുന്ന ക്രാഷ് ബാച്ചിന്റെ കൂടെ പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കോഴ്സ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അന്ന് അഡ്മിഷൻ എടുക്കുന്നവരെക്കാൾ കൂടുതൽ ഒരു എഡ്ജ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന കോഴ്സ് നിങ്ങൾ പഠിക്കണം. ഒരു തവണയെങ്കിലും കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ റിവൈസ് ചെയ്ത് തീർക്കണം. അപ്പൊ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഷെഡ്യൂൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരാം. ആ ടോപ്പിക്ക് പഠിക്കുന്നു, നമ്മൾ ലൈവ് MCQ ഡിസ്കഷൻ നടത്തുന്നു, അതിന്റെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ആ ടോപ്പിക്കിനെ പക്കയാണ് നിങ്ങൾ ഫിനിഷ് ചെയ്തു. ആ ടോപ്പിക്കിൽ ഫിനിഷ് ചെയ്തു എന്ന് പറയാം എക്സാമിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ഈ പറയുന്ന ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കണ്ട് വീണ്ടും നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ടുകൾ വായിക്കുക. പരമാവധി MCQs എവിടെ നിന്നൊക്കെ കിട്ടുമോ നെറ്റിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ടോപ്പിക് വെച്ച് സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ MCQs നമുക്ക് കിട്ടും.
അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ ഏറ്റവും അവസാനം നമ്മൾ ഫിനിഷ് ചെയ്ത് എത്തേണ്ടത്. പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിൽ പോകാം. എൻ്റെ പാർട്ട് ഒരു റിഗ്രറ്റ്, ഭാവിയിൽ എനിക്കൊരു റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന കോൺഫിഡൻസ് എനിക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ എക്സാം എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലരും ഉണ്ട്, കഴിഞ്ഞ തവണ AMV എഴുതിയ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സാറേ കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി മുന്നേ പഠിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ. അതൊരു റിഗ്രറ്റ് ആണ്, നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു പ്രശ്നമാണ്. തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയേനെ. ഇനിയും വരും, നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും. നേരത്തെ നമ്മൾ കോഴ്സ് എടുത്തിരിക്കുന്നത് ഇത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന മുന്നോട്ട് തന്നെ അവർ പഠിച്ച് തീർക്കണം. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ടും റിവിഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഇനി കോമൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നമ്മൾ വീഡിയോയിൽ പബ്ലിക്കായിട്ട് അങ്ങ് പറയുവാണ്, ഒരിക്കലും ഫീസ് നോക്കി നമ്മുടെ കോഴ്സ് എടുക്കാൻ വേണ്ടി വരരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് ഫീസിന് നിങ്ങൾ ഒരു പ്രാമുഖ്യം അത്ര അങ്ങോട്ട് കൊടുക്കരുത് നമുക്ക് പറയാനില്ല. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. ഒരു സ്വപ്നം കണ്ടു നോക്കിയാൽ നിങ്ങൾ ആ ഒരു ജോബിൽ ഇരിക്കുന്നതും അവിടെ കിട്ടുന്ന നിങ്ങളുടെ സാലറിയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യാം. നമ്മുടെ ക്ലാസ് മനസ്സിലാവുന്നെങ്കിൽ മാത്രം കോഴ്സ് എടുക്കുക, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പാസിംഗ് ഔട്ട് പരേഡിന് പോയാലും സാറിന് ഓർമ്മയുണ്ടോ, നമ്മൾ 9 പേരെ പ്രതീക്ഷിച്ചാണ് പാസിംഗ് ഔട്ടിന് പോയത്. അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ എത്ര പേര് നമ്മളെ കാണാൻ വേണ്ടി വന്നു, നമുക്ക് തന്നെ അറിയാത്ത ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇത് ആരാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ച് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ AMV സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇപ്പൊ നിലവിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കയറിയ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കുക. അവർ എവിടെ ഉള്ളവരായിക്കോട്ടെ, ഏത് പഠിച്ചതായിക്കോട്ടെ, അവരുടെ കയ്യിൽ നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. ഏതൊക്കെ ഫാക്കൽറ്റീസ് ആണ് അവരെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരാണ് അവരെ മികച്ച ക്ലാസ്സുകൾ കിട്ടിയത്, അത് ഏത് ആപ്പാണെന്നൊക്കെ അവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കരുത്. എന്നിട്ട് നമ്മൾ ഡെമോ ക്ലാസ് കാണാം. ഡെമോ ക്ലാസ് ഇത് ആരാണ് പഠിപ്പിക്കുന്നത്, ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഇത് പുതിയ ക്ലാസ് ആണോ അതോ പഴയ ക്ലാസ് ഇട്ട് ഓടിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ നമ്മൾ തന്നെ പണ്ടെടുത്ത ക്ലാസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ പണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, എല്ലാ ക്ലാസ്സും നമ്മുടെ ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഡിജിറ്റൽ ബോർഡിൽ, അതായത് ഒരു ഫാക്കൾട്ടിയെ കണ്ടു പഠിക്കുന്ന രീതിയിൽ. അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർ ഫാക്കൾട്ടി പഠിപ്പിക്കുന്ന രീതിയും, ചിലപ്പോൾ ഫാക്കൾട്ടിയുടെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് പ്രത്യേകിച്ച് കിട്ടുന്നത്. അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ബോർഡ് ക്ലാസ് ആണ് കംപ്ലീറ്റ് ഉള്ളത്. A to Z ക്ലാസ്സുകളും ഡീറ്റെയിൽ ബോർഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുക, കണ്ട് വിലയിരുത്തുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോക്കുക. നിങ്ങൾ ഫീസൊക്കെ അടച്ചിട്ട് മനസ്സിലാവാത്ത ക്ലാസ് എടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട്. പിന്നെ ഡൗട്ട് ക്ലിയറൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഏത് സമയത്ത് വിളിച്ചാലും ഡൗട്ട് ക്ലിയറൻസിന് അതുപോലെ മെസ്സേജ് അയക്കുന്ന റിപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേറെ ഒരു എന്താ പറയുക, മറ്റൊരു കോൾ സെന്റർ സെറ്റപ്പ് ഒന്നും നമുക്കില്ല. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വിളിക്കുന്ന എന്നെയോ നിങ്ങളെയോ അല്ലെ മറ്റു സാറിനെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ ഫാക്കൽറ്റീസ് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ അവർ തന്നെയാണ് അവസാനം അറ്റ് ദ എൻഡ് വരെ നിങ്ങളുടെ കോഴ്സ് ഡിസ്പോസ് ആവുന്നതിനും വരെ നമ്മുടെ കൂടെ ഉള്ളത്. അവർ തന്നെയാണ് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഫാക്കൽറ്റീസും മെന്റേഴ്സ് എല്ലാം തന്നെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഡയറക്റ്റ് തന്നെ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ. അതാണ് നമ്മൾ ഓഫർ ചെയ്യുന്ന നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത. അത് തന്നെയാണ് കുട്ടികൾ കഴിഞ്ഞ വട്ടവും നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് സമയത്ത് ഡൗട്ട് വെച്ചാലും കാര്യം നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെ എനിക്കിപ്പോ എല്ലാം ചിലപ്പോൾ നോക്കുന്ന സമയത്ത് പറ്റണമെന്നില്ല. നമ്മള് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും. ചെറിയ സാറായാലും എല്ലാവരും തന്നെ കംപ്ലീറ്റ് നമ്മളുടെ ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ആപ്പിൽ ക്ലാസ്സസ് വരിച്ചു വാരിയൊന്നും കൊടുത്തിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ടു ദ പോയിന്റ് ആണ് എടുത്തിരിക്കുന്നത് കൂടുതൽ. നിങ്ങൾക്ക് അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാം. അതാണ് നമുക്ക് വരുന്ന കോമൺ. നമ്മൾ ഒരിക്കലും ഒരു പബ്ലിക്കായിട്ട് നമ്മളൊരു അക്കാഡമി പറയാറില്ല. നമ്മളങ്ങ് പറയുവാണ്. കാര്യം നമുക്ക് അതിനകത്ത് ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ നമ്മൾ കൃത്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു കാര്യത്തിനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കുക, നോക്കി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാം. നമ്മൾ അവസാന നിമിഷം വരെ അവരോടൊപ്പം തന്നെ ഉണ്ടാവും. അതാണ് നമ്മളുടെ ഒരു വാഗ്ദാനം. അതാണ് കഴിഞ്ഞ വട്ടം നമ്മൾ ഇത്രയും വിജയിക്കാനുള്ള കാര്യം. അങ്ങനെയാണ് കഴിഞ്ഞ വട്ടം തന്നെ. ഇപ്പൊ ഈ നമ്മൾ 2 ബാച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞില്ല, നമ്മുടെ പുതിയ AMV ബാച്ച്. ഇതെല്ലാം തന്നെ പഴയ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞുള്ളതും ഒക്കെ പഴയ നമ്മുടെ കാൻഡിഡേറ്റ്സ് പറഞ്ഞുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻ നടക്കുന്നത് അങ്ങനെ നമുക്ക് പരസ്യം കുറവാ. ഇങ്ങനെയാണ് നമ്മുടെ അഡ്മിഷൻസ് കൂടുതലും കേട്ടറിഞ്ഞ് പറഞ്ഞ കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക, ക്ലാസ് കണ്ടു നോക്കുക, ഡിസിഷൻ എടുക്കുക. അപ്പം ഇതാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിന്യാസ് എഡ്യൂടെക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് 2 വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിന് ലിങ്കോ കാര്യങ്ങളോ കിട്ടും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് AMVയുടെ ഒരുപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്ന ആസ്പിറന്റ് ആണെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു പോഡ്കാസ്റ്റ് സീരീസ് കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.